ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കണം ഇവളെന്താ ഈ ഒരു വേഷത്തിലിരുന്ന്. അപ്പോൾ ഇന്ന് പറയാൻ പോണ നമ്മുടെ സബ്ജക്റ്റും സാരീനെ കുറിച്ചായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് സാരി തന്നെ ഉടുത്തേക്കാം. ഒത്തിരി സാരി കളക്ഷൻസ് ഒന്നും എനിക്കില്ലെങ്കിലും ഉള്ളതിൽ എല്ലാം എനിക്ക് തോന്നുന്നു ബെസ്റ്റാണ്. എന്താ മറ്റുള്ളവർ ചോദിക്കാറുണ്ട് ഞാൻ ഉടുത്തിട്ട് പോകുമ്പോൾ, അച്ചൂസ് ചെയ്ത് എവിടെ നിന്നാണ് വാങ്ങിയത്, ഇതിന് എത്ര റേറ്റായി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് വരുന്ന മെസ്സേജുകൾ, പേഴ്സണലി വരുന്ന മെസ്സേജുകൾ, എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതൽ, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജുകൾ, അതിലേറ്റവും കൂടുതൽ ലേഡീസ് ചോദിക്കണ ഒരു ചോദ്യം എൻ്റെ ആ ഫോട്ടോഷൂട്ടിൽ കൊടുത്ത സാരിനെ കുറിച്ചായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ തന്നെ ഡമ്മിക്ക് കണ്ട ഒരു സാരി, അത് എന്തോ അതിൻ്റെ കളറ് ഒരു മാംഗോ യെല്ലോയും മെറൂണും ആയിരുന്നു അതിൻ്റെ കോംബോ കളർ എന്ന് പറയുന്നത്. എനിക്കെന്തോ അത് കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും തോന്നി. അത് മാത്രമല്ല റെയർ കളർ എന്നല്ല, എനിക്ക് ഉള്ളതിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരു അടിപൊളി കളർ അത് തന്നെയായിരുന്നു. അത് തോന്നിയപ്പോൾ ഞാൻ അത് തന്നെ എടുത്തു. പിന്നെ ഫോട്ടോഷൂട്ടും കൂടി ആയതുകൊണ്ട് ഒന്നും കൂടി നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു എഫക്റ്റും കിട്ടണമെങ്കിൽ ആ ഒരു കളർ നല്ല മാച്ചായിരിക്കും തോന്നിയിട്ടാണ് ആ ഒരു സാരി മേടിച്ചത്. അപ്പോൾ ഇതാണ് ആ സാരി. ഈ സാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ മെറ്റീരിയലാണെന്ന് വെച്ചാൽ സോഫ്റ്റ് സിൽക്കാണ്. അതായത് നമ്മൾ ഉടുത്ത് കഴിഞ്ഞ് ഉടുത്ത പോലെ നമ്മുടെ ഷേപ്പിനനുസരിച്ച്. അതാണ് കുറേ ആൾക്കാർ പറയണം നമ്മൾ സാരി മേടിച്ച് ശരിയാവണില്ലല്ലോ. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് അനുസരിച്ചുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഭംഗി, ഉടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏത് സാരി എന്നല്ല, ഞാൻ അത്യാവശ്യം ഉടുക്കുന്ന സാരിയെല്ലാം ഒന്നിക്ക് ജോർജറ്റ് മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഓർഗൻസ ഇടയ്ക്ക് മാത്രം. അങ്ങനത്തെ തുണി മേടിക്കാറ് കുറവാണ്, ഒരു സാരി മാത്രമേ ഉണ്ട് അങ്ങനത്തത്. പിന്നെ നമ്മുടെ ഈ പോളിസ്റ്റർ ടൈപ്പ് സാധനങ്ങൾ മേടിക്കരുത്. അത് മേടിക്കുന്ന വെച്ചാൽ നമ്മളിങ്ങനെ ഉടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ ദൂരത്തേക്ക് അതിൻ്റെ പ്ലീറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. കാരണം അങ്ങനെ എന്താ പറയുക, പളവളാന്നിരിക്കും. അപ്പം നമ്മൾ കാണുമ്പോൾ കുറച്ചും കൂടി തടി തോന്നിക്കും, ഇങ്ങനെ വല്ലാതൊരു ബോറായിരിക്കും ആ ഒരു സാരിക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഞാൻ മേടിക്കാറില്ല. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക്, അതിനെ തടിച്ചവരായിക്കോട്ടെ നന്നായിട്ട് മെലിഞ്ഞവരായിക്കോട്ടെ, സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് അങ്ങനത്തെ ടൈപ്പുള്ള സാരി. പിന്നെ ഉള്ളത് നമ്മുടെ കളർ, നമ്മളെ സ്കിൻ ടോണിനനുസരിച്ചുള്ള കളർ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചേരാത്തൊരു കളർ എടുത്തിട്ട് ഇനി 10,000-ൻ്റെ സാരി മേടിച്ച് കഴിഞ്ഞാലും വലിയ ഗുണമുണ്ടാവില്ല കാണുന്നവർക്ക്. അതിന് 500-ൻ്റെ സാരി ആണെങ്കിൽ നമുക്ക് ചേരുന്ന കളർ, ഇപ്പം 200 ഉള്ളവരാണെങ്കിൽ മെറൂണ്, ഈ ഒരു ഗ്രീന്, ഈ വരുന്നൊരു ഗ്രീന്, പിന്നെ റെഡും ചേരും കേട്ടോ, റെഡ്, പിന്നെന്താ ഒരു താമര റോസ്, ഓണിയൻ പിങ്ക്, യെല്ലോ, ഇങ്ങനത്തെ ബ്ലാക്ക്, അങ്ങനത്തെ കളറൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കളേഴ്സ്, പിന്നെ നേവി ബ്ലൂ. എൻ്റെ മെയിനായിട്ടുള്ള ഇഷ്ടപ്പെട്ട കളേഴ്സുകളിൽ കുറേ ഉള്ള ഡ്രസ്സ് മൊത്തം നേവി ബ്ലൂ ആയിരിക്കും. എൻ്റെ ചുരിദാറാണെങ്കിലും സാരി ആണെങ്കിലും അത്യാവശ്യം എല്ലാം നേവി ബ്ലൂ ആയിരിക്കും. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റുള്ള കളർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാരീൻ്റെ കളറും കൂടി നമ്മൾ നോക്കണം. പിന്നെ ഒരു രണ്ടാമത്തെ സാരി എന്ന് വെച്ചാൽ ഈ ഒരു സാരി, ഇത് കണ്ടിട്ടുണ്ടാകും ഫോട്ടോസിലൊക്കെ. എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വാങ്ങിയ ഈ കളർ ഒരുപാട് ആൾക്കാർ എന്നോട് ആ സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പീകോക്ക് ബ്ലൂ ആണ്, അതുപോലെ തന്നെ ഒരു റോസും. ഈ 2 കളേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല മാച്ചിങ് കോംബോ ആണ്. ഇതിനിപ്പോൾ നമ്മൾ സാരി ഉടുത്ത് മടുത്ത് കഴിഞ്ഞാൽ നമുക്കിതെന്താക്കാം, സെറ്റ് പാവാട ബ്ലൗസെല്ലാം ആക്കാം. അങ്ങനത്തെ പരിപാടിയാണ് എനിക്ക് മെയിൻ. സാരി ഉടുത്ത് മടുത്ത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള. അപ്പോൾ ഈ വീഡിയോ ലെങ്ത് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സ്കിപ്പ് അടിച്ചിട്ട് തന്നെ കണ്ടോട്ടോ, മടുപ്പ് വരും. ഞാൻ പിന്നെ ഈ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഒറ്റ വീഡിയോസിൽ പറയാവുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അല്ലാണ്ട് ഈ സാരി ഒന്നും കാണിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ടല്ല. ചിലവർ കുറേ അഭിപ്രായം വരുന്നത് എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടിടുന്നത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ക്ഷമിക്കണം, കുറച്ച് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഒരു കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക, ഇതിൻ്റെ പേരെന്താണ് ഐശ്വര്യ, സംഭവമില്ല ഇങ്ങനെ വരുന്ന സംഭവം, അതന്നെ ആ സംഭവം. അതിൻ്റെ വീതി, നല്ല തടിയില്ല ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ വീതി, സാരിൻ്റെ ഈ വീതി കുറച്ചിട്ടുള്ള സാരി മേടിക്കണം. മനസ്സിലായി, ലൈസിൻ്റെ വീതി കുറഞ്ഞത് മേടിക്കണം. അത്യാവശ്യം മെലിഞ്ഞ് നമ്മളെപ്പോലെ അത്യാവശ്യം മെലിഞ്ഞിട്ടും തടിയും മീഡിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വീതിയിൽ കുഴപ്പമില്ല, നന്നായിരിക്കും. അപ്പോൾ തടി കൂടുന്നവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഒന്നും കൂടിയും ഇതുപോലത്തെ വീതിയിലെ സാരി എടുക്കുമ്പോൾ ഒന്നും കൂടി വല്ലതായിട്ട് തോന്നും, ഭയങ്കര സൈസായിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മൾ ബ്ലൗസിൻ്റെ കാര്യം പറയുന്നത്, നല്ല തടിയുള്ളവരാണെങ്കിൽ അതേ കളർ ബ്ലൗസ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ വീതി അത്രക്ക് തോന്നിക്കില്ല. ഒരേ കളർ ആ സാരി തന്നെ മാച്ച് ആയിട്ടുള്ള സാരിക്ക് തന്നെ വിത്ത് ബ്ലൗസ് ഉണ്ടാവുമല്ലോ, അത് തന്നെ അടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെയെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഞാനും ഈ സാരിയൊക്കെ ഉടുക്കാൻ പഠിച്ച് നമ്മ ഉടുത്ത് കണ്ടിട്ടാണ് സാരി ഉടൽ ഇഷ്ടം. പിന്നെ എന്നോട് എല്ലാവരും പറയും പൊതുവേ എനിക്ക് സാരി ഉടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പക്ഷേ അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുക, സാരിക്ക് ലെങ്ത് കിട്ടുന്നില്ല. കടയിൽ നിന്ന് മേടിക്കുന്ന സാരിയല്ല 5.5 മീറ്റർ, ചില സമയത്ത് 6 മീറ്റർ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും 4 നീളം കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെന്താ പറയേണ്ടത്,
പിന്നെ സാരി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ പോലും നമുക്ക് കിട്ടണം എന്നില്ല. അതാണല്ലേ മെയിനായിട്ടുള്ള പ്രശ്നം. നമുക്കിത് കാണാം, പക്ഷെ മറ്റൊരാൾ ഉടുത്തിട്ട് കാണുമ്പം നല്ലത് കൊള്ളാം, നമ്മൾ ഉടുക്കുമ്പോൾ ഭംഗിയായിരിക്കും, അങ്ങനെ ഉണ്ട് ചിലർക്ക് അങ്ങനത്തെ ധാരണയുണ്ട്. പക്ഷെ നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സാരിയും സ്വർണ്ണമൊക്കെ അല്ലേ ഒരു ക്രേസ് തന്നെ ആയിരിക്കും എല്ലാവർക്കും അല്ലേ. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സാരിനെ കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ എന്നെ ആ സാരി ഇഷ്ടപ്പെട്ട എല്ലാവരോടും എന്താ എനിക്ക് ഒരുപാട് താങ്ക്സ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു കളർ എടുക്കുന്നത്. എൻ്റെ ഒരു ചുരിദാർ പോലും ആ ഒരു കളറിലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു സാരിനെ കുറിച്ച് അഭിപ്രായം വന്നതിൽ നല്ല നല്ല സന്തോഷമുണ്ട്. അപ്പം ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ ഇതുപോലെ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ ചെയ്തു തരാം. പിന്നെ ഒരു സാരി കൂടി ഉണ്ട്, അതുകൊണ്ട് കാണിക്കാം കേട്ടോ. ഇത് ബ്ലാക്കാണ്. ബ്ലാക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു കളറാണ് ബ്ലാക്കും ഇതെന്താ ഒരു ഇതിൻ്റെ പേര് നോക്കില്ല, ഈ ഒരു കളറ്. പിന്നെ അതിൽ സിൽവർ ടൈപ്പും വരുന്നുണ്ട്, സിൽവറും ഗോൾഡും പോലെ മാച്ചലൈന് ബ്ലൗസ് ഒന്നും അടിച്ചിട്ടില്ല, കാരണം ഇത് ഞാൻ ഒരു പ്രാവശ്യം മാത്രം ഉടുത്തിട്ടേ ഉള്ളൂ. ഇത് ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് സാരിയാണ്, സിൽക്കിൻ്റെ കോട്ടൺ സിൽക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു സാരിയാണ് ഇത്. ഞാൻ എന്താ വെച്ചാൽ ഇനി ഒരു സെറ്റ് പാവാടിയും ബ്ലൗസൊക്കെ അടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം നല്ല മാച്ച് ഉണ്ടാവും നമുക്ക്. അത് നമുക്ക് അടിച്ചിട്ട് പിന്നെ അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പം എനിക്ക് ഇന്നത്തെ ഇത്ര പോലെ പറയാനുള്ളൂ. അപ്പം ഇനി എന്താ പറയുക, ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.